ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയാണ്. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും മഴയൊക്കെ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വെയിലെറിക്കുമെന്നേ ഉള്ളേ. അപ്പോൾ രാവിലെ ഒരു കട്ടൻ ചായ ഇട്ട്, പിന്നെ സിറ്റൗട്ടിൽ ഇവിടെ ചേട്ടൻ പത്രം വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായിക്ക് കൊണ്ടുവന്ന് കട്ടൻ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ കണ്ട മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. രാവിലെയാണ് കൂടുതലും മഴ പെയ്യുന്നത്. ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ചെറിയ തെളിവൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് തുണികളൊക്കെ ഉണക്കിയൊക്കെ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് രാവിലെ നമ്മൾ കഴിക്കാനുണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാമ്പാറും ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് ദോശ അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തോ ഗോതമ്പ് ദോശ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളെല്ലാം ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ആദ്യമേ ചെയ്യുന്നത് വെച്ചെന്നാൽ പരിപ്പ് ആദ്യം വേവിച്ചിട്ടാണ് കേട്ടോ, 2 വിസിലടുപ്പിച്ചിട്ടാണ് പിന്നെ ഞാൻ കഷ്ണങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ ആ ഉള്ളിയെല്ലാം പെറുക്കി ഞാൻ പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് 2 വിസിലടുപ്പിച്ചെടുക്കാം. പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ. സാമ്പാറിനെ പറ്റി അങ്ങനെ കൂടുതൽ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. വ്യത്യാസം ഉണ്ടാകും. ഇവിടെ ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞതേ ഉള്ളേ. അപ്പോൾ ഞാനിവിടെ പരിപ്പ് ആദ്യം വേവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്ത് ചേരുന്നതാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പരിപ്പ് വെച്ചത്. അപ്പോൾ പരിപ്പ് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കഷ്ണങ്ങളും ഒക്കെ ചേർത്ത് കൊടുക്കാൻ പോയാണ്. പിന്നെ ഞാൻ കായപ്പൊടിയല്ല ചേർക്കുന്നത്, കട്ട കായാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ചേർത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്തിട്ട് വേവിക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് കേട്ടോ. പിന്നെ ഗോതമ്പ് ദോശയ്ക്കായിട്ട് മാവ് കലക്കി എടുക്കാൻ പോവുകയാണ്. ഗോതമ്പ് ദോശ വേണമെന്ന് മക്കൾ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചതാണ് കേട്ടോ. എനിക്ക് ഗോതമ്പ് ദോശ വലിയ ഇഷ്ടമില്ല. ഗോതമ്പിൻ്റെ അടയാണെങ്കിൽ പുട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലേ എനിക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ ചപ്പാത്തിയും കഴിക്കും. അപ്പോൾ മക്കളുടെ ഇഷ്ടം അനുസരിച്ചാണ് ഞാനിന്ന് ഗോതമ്പ് ദോശയാക്കിയത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി കേട്ടോ ആദ്യമേ. അവിടെ മഴയൊക്കെ ഉണ്ടോ, എങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ? അപ്പോൾ കമൻറ്റിൽ അറിയിച്ചേക്കണം കേട്ടോ ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിസിലടിച്ച് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്ന് സാമ്പാറും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും രാവിലത്തെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് രാവിലെ തന്നെ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് കറി വയ്ക്കണം. ആദ്യമേ അരച്ച് വയ്ക്കാൻ പോയണേ. മത്തിക്കുള്ളത് തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടണം. അങ്ങനെ മത്തിയും ക്ലീൻ ചെയ്തെടുത്ത് കറി അടപ്പത്ത് വയ്ക്കണേ. അരപ്പെല്ലാം ചേർത്ത് കറി അടപ്പത്ത് വെച്ച് പിന്നെ നമ്മുടെ ബീട്രൂട്ടും ഒക്കെ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കണം. തോരനാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇന്ന് കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ കറി ഞാൻ അടുപ്പത്ത് വെച്ച് കറിയൊന്ന് വറ്റി വരേണ്ട ഒരു സമയം എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് തുണിയൊക്കെ കഴുകിയതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് ടെറസിൽ വന്നതാണ്. അപ്പം ചെറിയ മഴക്കോളുണ്ട്, എങ്കിലും ചെറിയ വെയിലും ഉണ്ട്. പിന്നെ മഴ വരുമ്പോൾ എടുത്തുകൊണ്ട് ഓടി അകത്ത് കൊണ്ട് വയ്ക്കും. പിന്നെ ചെറിയ വെയിലെറിക്കുമ്പോൾ കൊണ്ടുവന്നിടും. ഇത് തന്നെ ഒരു പണിയാണ് വീട്ടമ്മമാർക്കല്ലേ. മഴക്കാലം വരുമ്പോൾ തുണികളൊക്കെ ഉണക്കി എടുക്കേണ്ടത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ രാവിലെ മഴ കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ ഗോതമ്പ് കഴുകിയിട്ടില്ലായിരുന്നേ. കഴുകിയിടാമെന്നൊക്കെ ആദ്യം വിചാരിച്ചതാണ്. അപ്പോൾ മഴ പെയ്തിട്ട് ആ ടെറസ് നന്നായിട്ട് ഉണങ്ങിയിട്ടുമില്ല. വെള്ളം അവിടെ കെട്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി നല്ല വെയിലെറിച്ചാൽ മാത്രമേ ഗോതമ്പ് കഴുകിയിടാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. നല്ല വെയിലത്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 2 ദിവസം കൊണ്ട് ഗോതമ്പ് ഉണങ്ങി കിട്ടും. ഇതിപ്പോൾ മഴയാണെങ്കിൽ പിന്നെ നമ്മളത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് പൂത്തു പോകും, വെയിൽ കൊള്ളാതെ ഇരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് കണ്ട മോളിൽ ചെറിയ മഴക്കാറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഊണ് കഴിച്ചതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് കുഞ്ഞിനെയും കൊണ്ട്. അപ്പോൾ ചെറിയൊരു തുമ്മലും ജലദോഷമൊക്കെ ആയിട്ട് ചെറിയൊരു അസ്വസ്ഥത കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് അധികം തിരക്കൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് പോരാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് മഴ പെയ്തത്. നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഇരുന്ന്. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ബൈ.